അല്ല ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളെങ്ങോട്ടാ? ഇടുക്കി. അപ്പൊ നമ്മൾ ഈ പിക്കപ്പ് ആട്ടോ നമ്മള് പോകുന്നേ. ഒരു മിനിറ്റ്, കാലൊന്നും അങ്ങോട്ട് സെറ്റ് ആക്കട്ടെ. യെസ്, ഓക്കെ. ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ ഇടുക്കി വരെ പോവാ. ഇടുക്കി പോട്ടെ. അപ്പൊ ഞങ്ങൾ മൂന്നേര് ഒരു ഹായ് പറഞ്ഞേക്ക്. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടുന്ന് നമ്മള് ബസ് റൂട്ട് എങ്ങോട്ടാ? ഫസ്റ്റ് നമ്മള് മരട് തൃപ്പൂണിത്തറ. അപ്പൊ ആ റൂട്ട് നമ്മൾ നേരെ ഇടുക്കിക്ക് പോടാ. ഇടുക്കിയിലെ കാഴ്ചകളാണ് ഇനിയുള്ളത്. അപ്പൊ നമ്മളെ റൂമിൽ നിന്ന് കറക്റ്റ് ഇറങ്ങി ഞങ്ങള് അവിടെ ചെന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പോണെയാണ്. 3 പേരാണ് പോകുന്നത്. സെറ്റ് ആവും. ഓക്കെ. അപ്പൊ നമ്മളെ കാഴ്ചകളായിട്ട് നമ്മൾ കാണിച്ചിട്ട് ഇനിയിപ്പോ അടിപൊളി കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഒടുക്കത്തെ ചൂടാട്ടോ ഈ സമയത്ത്. നമ്മൾ കറക്റ്റ് സമയത്തിനായി ഉച്ച ടൈമാണ്. എന്തായാലും 3 മണിയായിട്ടുണ്ടാവും. 3 മണിയായിട്ടുണ്ട്. എവിടെ തിരക്ക് നോക്കിയേ. അപ്പൊ നമ്മൾ നേരെ എണ്ണ അടിക്കണം. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ട് അല്ലേ? 4 മണിക്കൂറുണ്ട്. ഇവിടുന്ന് അങ്ങ് പോകണ്ടേ അല്ലേ? 168 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ സിനൽ ബ്രോ അവിടെ ഉണ്ടോ? ഒരേ റൈഡാണ്. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ ബൈപ്പാസ് നിന്ന് നേരെ ഇറങ്ങുന്നു. നേരെതാ ബൈപ്പാസ് നേരെ ഇങ്ങോട്ട് ഇറങ്ങിട്ടാ. ഇത് കുണ്ടന്നൂരല്ലേ? കുണ്ടന്നൂർ. അപ്പൊ ചെറിയ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അല്ലെങ്കിൽ വണ്ടി അങ്ങ് എത്തൂല. നമ്മളും എത്തൂല. അപ്പൊ നമ്മൾ നേരെ ഡീസൽ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് ഡീസൽ അടിക്കട്ടെ. 12,000 അടിക്കല്ലേ? ആ, ഇവിടെയൊക്കെ ഡീസലിന് പ്രശ്നമൊന്നും ഇല്ലല്ലേ ഇപ്പൊ ഒന്നും. പെട്രോളിനാണ് പ്രശ്നം. പിന്നെ പേര് പറ. മുഹമ്മദ്. നാട് പറയും. കൊല്ലം. അപ്പൊ ഞങ്ങള് ഇവിടെ കമ്പനിയിൽ ഒരുമിച്ചുള്ള ടീംസാണ്. അപ്പൊ ഞങ്ങള് ഇടുക്കിയിൽ ചെറിയൊരു പരിപാടി. അപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്താ പരിപാടി പറയാം അല്ലേ? ബ്രേക്കില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എണ്ണ അടിച്ച് നേരെ ഇറങ്ങുകയാണ്. നേരെ പോവട്ടാ. ഒറ്റ മൈൻഡില്. അപ്പൊ നേരെ പോട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ വരും കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കൊച്ചിൻ റിഫൈനറി. ഇതെന്താ സംഭവം? നമ്മളെ കേരളത്തിലെ മുഴുവൻ ഓയില്, പെട്രോള്, ഉൽപ്പന്നങ്ങള് എല്ലാം കൂടെ എത്തിക്കല്ലേ. ക്രൂഡ് ഓയില്, ഗ്യാസ്. അതായത് കേരളത്തിൽ മൊത്തം? കേരളത്തിലല്ല, ഇവിടെ പുറത്തേക്ക് മഹാരാഷ്ട്ര എല്ലാം പോകുന്നുണ്ട്. അതെ, ഗ്യാസിന്റെ ഉടമടം. ഇതാണ് നമ്മുടെ CNG പ്ലാന്റിന്റെ തുടക്കം. ഭൂമിക്കടിയോട് കിടന്ന് പൈപ്പ് ഇട്ട് ഇതൊക്കെ വരൂലേ? ഇവിടെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ കേരളം മുഴുവനായിട്ടുള്ള സപ്ലൈ പരിപാടി കാര്യങ്ങള് എല്ലാം ഈ കൊച്ചി ജില്ല, നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. അപ്പൊ ഇത് 2-3 ഏക്കറെങ്ങാണ്ട് കേട്ടോ. അതായത് മേളിലുണ്ടെങ്കിലും ഒരു അറബിക്കടലിനടുത്തോളം ഇങ്ങനെ കിടക്കുകയാണത്. അറബിക്കടലിനകത്തൂടെയാണ് ഗ്യാസിന്റെ മാത്രം. ഇത് മറ്റേ LPG ഐറ്റംസ് വരുമ്പോ സ്റ്റോറേജ് ഗ്യാസ് കിട്ടാനില്ല. എന്നാലും കുഴപ്പമൊന്നും ഇരുണ്ടേ. ഗ്യാസിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസിന്റെ വണ്ടിയുണ്ട്. ഗ്യാസ് വേണ്ടേ? എന്തോരോ നോക്കി വണ്ടി. അതായത് പെട്രോളിക്ക് ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങള് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് എല്ലാം വന്ന് സ്റ്റോക്ക് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം കൊച്ചിൻ റിഫൈനറി. കേരളത്തിലല്ലേ? ഇതാണ് നമ്മുടെ കൊച്ചിൻ റിഫൈനറിയുടെ ഒരു കവാടത്തിലേക്ക് നമ്മൾ കയറാൻ പോവാ. ഇവിടെ നമുക്ക് എന്താ സിഗരറ്റ് വലിക്കാൻ പാടില്ല, പുക നിരോധിത മേഖലയാണ് മൊത്തം. നിൽക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. അതായത് കടലിന്റെ അടിയിൽ കൂടെ ഉള്ള കടലിന്റെ അടി വഴി പൈപ്പ് വാറ് ഇവിടെ എത്തിക്കും. ഇവിടുന്നാണ് പിന്നെ ഇവിടുന്ന് സപ്ലൈ പരിപാടി കാര്യങ്ങളെല്ലാം ഇവിടെ. ഇതാണ് നമ്മുടെ കവാടം, കൊച്ചി റിഫൈനറി കവാടം. ഇത് കൊറേ ഉണ്ട് കേട്ടോ. സ്മെല്ലൊക്കെ വരുന്നില്ല ഗ്യാസിന്റെ. അതായത് ഇത് കൂടെ കത്തിപ്പോകുന്ന വേസ്റ്റ് ഗ്യാസ് ഇല്ലേ, സ്മെല്ലേ വരുന്നത്. ഇതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കൊച്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞ സംഭവം. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇത് രാത്രിയിലേ കത്തിക്കും. ഭയങ്കര നല്ല ഗ്യാസിന്റെ സ്മെല്ലാണല്ലോ. ഈ വേസ്റ്റ് ഗ്യാസ് വരൂലേ, ആ ഗ്യാസ് ഇവിടെ പുറത്തേക്ക് തള്ളിക്കിടന്ന.
ഇത് ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. ഒരുപാട് ഇപ്പൊ നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ വണ്ടി യാത്ര ചെയ്ത്. അതെ, പ്ലാനേഷൻ ഇത് സെക്കൻഡ് കവാടം. ആ മറ്റേത് മെയിൻ കവാടവും സെക്കൻഡ് കവാടവും. എന്താണ് ഗ്യാസിന്റെ നല്ല വലുപ്പമുണ്ട് അല്ലേ? എല്ലാവരും പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇനി നിരോധിത മേഖലയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഇനിയും നിരോധിത മേഖലയാണ്. ഇത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ പിന്നെ നിരോധിത മേഖലയാണ്. സിഗരറ്റ് വലിയും പരിപാടിയും ഇവിടെ സിഗരറ്റ് വലിയും വിൽക്കാൻ പാടില്ല. പിന്നെ ഇത് ഇവിടെ ഭാരത് ഗ്യാസ് എന്നൊക്കെ നമുക്ക് വരൂലേ, അതിന്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. മെയിൻ ഓഫീസ് അത് കേരളത്തിന്റെ ഹെഡ്. അപ്പൊ ഭാരത് ഗ്യാസിന്റെ, ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഭാരത് ഗ്യാസ് എല്ലാവരും തന്നെയാണല്ലോ. എല്ലാവരും ഇതിന്റെ അപ്പുറത്ത് ഇന്ത്യൻ ഓയിൽ ഉണ്ട് ബാക്കില്. നമ്മൾ കഴിഞ്ഞാൽ കാണത്തില്ല, അകത്ത് കയറി ഇച്ചിരി അകത്ത് കയറിയാ കാണാൻ ഇച്ചിരി പാടാ. എന്റെ ആണ് ഈ കാണുന്നത് ഇതിന്റെ അല്ലേ? കൊച്ചിൻ റിഫൈനറിന്റെ തൊട്ടിപ്പുറം വരെ ഇവിടം വരെയാണ് കൊച്ചി. എന്റെ പൊന്നി, അപ്പൊ ഇത് എന്തോരുണ്ട്. ഈ അമ്പലത്തിൽ ഇവിടെയാണ് ലാസ്റ്റ് എൻഡ്. ഏതായത് ഇത് നമ്മുടെ ഇവിടെ കരിമുകൾ എന്ന് പറയും. കരിമുകളില് ടൗണിലേക്ക് നമ്മൾ കയറുവാണ്. ഒക്കത്തെ ചൂടാണ്. അപ്പൊ തണ്ണിമത്തൻ അല്ലേ? തണ്ണിമത്തന്റെ ഒരു 2 പീസ് മേടിച്ചിട്ട് കഴിച്ചിട്ട് പോയാലോ? അതോ പിന്നെ വണ്ടി തന്നെ ഇന്ന് കഴിക്കണോ? തണ്ണിമത്തൻ 4 കിലോ 100 രൂപ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ. ഞാൻ ഇതിട്ടത് ഭയങ്കര അബദ്ധമായി. ഒരെണ്ണോ? അപ്പൊ നമ്മള് ചെറുത്തൊരെണ്ണം. അവിടെ 6:30 ചെല്ലാം. ചൂടാട്ടോ. തണ്ണിമത്തനും ചൂടാ. മധുരമൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? ഞാൻ തണ്ണിമത്തം മേടിച്ച് പീസാക്കി നേരെ പോവാണ്. ഇതാ വമ്പണ്ട വേർതിരിക്കാൻ നോക്ക്. അങ്ങനെ തണ്ണിമത്തനും കഴിച്ചോണ്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. അതെ, വേറെ മാർഗമില്ല. നമ്മുടെ എത്ര മണിയാകുമ്പോഴേക്കും അവിടെ എത്തും? 6:30 ലോഡ് കയറുമോ? എന്തായാലും ഇന്ന് തന്നെ വരണം പോയിട്ട്. തണ്ണിമത്തൻ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പിന്നെ തണ്ണിമത്തൻ വലിയ സെറ്റപ്പ് ഒന്നും വെട്ടിയും പോയി. ആ പുള്ളി അത് മേടിച്ച് വെട്ടി. പിന്നെ ഇനിയിപ്പോ അത് വേണ്ടാന്നിങ്ങനെ പറയുന്നല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞത്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. വലിയ മധുരമുണ്ട്. അതുപോലെ ചൂടല്ലേ തണ്ണിമത്തന് ചൂട്. നല്ല പഴുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടമറ്റം പള്ളി. കത്തനാറിന്റെ അല്ലേ? ഇവിടെ നിർത്തി. ഇതാണ് നമ്മുടെ കത്തനാർ, കടമറ്റത്ത് കത്തനാർ. അത് കൊള്ളാം. എന്തായാലും ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു അല്ലേ? മഴേന്റെ ചെറിയൊരു കോള് കാണുന്നുണ്ട്. കണ്ടോ? അവിടെ കണ്ടോ? മഴേന്റെ ചെറിയൊരു കോള് കാണുന്നുണ്ട്. എന്താ സ്ഥിതി എന്ന് അറിയത്തില്ല. മഴയാണെങ്കിൽ ആ ചൂടിനൊരു ശമനം ഉണ്ടാകും. നമ്മൾ മൂവാറ്റുപുഴ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ലെഫ്റ്റ്. എളുപ്പവഴിക്കാണ്. ഇതേ മൂന്നാറിനാണ് മുകളിലുള്ളത് കാണിക്കുന്നത്. മൂന്നാർ ബോർഡ്. തൃശ്ശൂര്. ഇവിടെ ലെഫ്റ്റ് പോയ അങ്കമാലി, പെരുമ്പാവൂര്. കോട്ടയം, കൂത്താട്ടുകുളം ആ വഴിക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂവാറ്റുപുഴ ടൗൺ. ടൗണിലേക്ക് കയറുന്നുള്ളൂ. കയറിയിട്ടില്ല കേട്ടോ. അതെ, ഇവിടുന്ന് ട്രാഫിക്കാണ്. മൂവാറ്റുപുഴ അത്യാവശ്യം വലിയ ടൗണാ അല്ലേ? അതെന്താ ഇപ്പം കോട്ടയംകാർ വരുന്ന സ്ഥലത്തൊന്നും ഇടുക്കിന്ന് വന്നാലും പെരുമ്പാവൂരിന്ന് വന്നാലും ഒരു ഏരിയയാണിത്. അത്യാവശ്യം വലിയ ടൗണാണല്ലോ. എന്താണ് ഇവിടെ കുറച്ചുകൂടെ റോഡ് വഴിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം എല്ലാവരും കൂടുതലും ബ്ലോക്ക് കാര്യങ്ങൾ ഭയങ്കരമാണ്. റോഡ് വഴി നടക്കണ്ടല്ലേ? റോഡ് വഴി എന്ന് പറഞ്ഞാൽ 4 വരിപ്പാതയൊക്കെയുള്ള സംഭവം നമ്മൾ നിൽക്കുക. 4 വരിയാ? 6 വരിയാ. ഇവിടുന്ന് നേരെ റൈറ്റ് തൊടുപുഴ. കോട്ടയം, പാല, ഈരാറ്റുപേട്ട. ആ റൂട്ടാ നമ്മള് പോകുന്നത്. ഇപ്പം ആ റൂട്ട്. നമ്മള് നേരെ വണ്ണപ്പുറം, പൈങ്ങോട്ടിന് പോക്കാനിക്കാട്, വണ്ണപ്പുറം, ഇടുക്കി. അതെ, നമ്മൾ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് നമുക്ക് ഇതാ ചെറിയ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നൈസായിട്ട്.
ടൗണിൽ നിന്ന് തന്നെ മഴ കിട്ടി. അങ്ങോട്ട് ഇടുക്കിയായ മഴയാന്നല്ലേ പറഞ്ഞേ. നമ്മുടെ സിനൽ ബ്രോന്റെ വീട് ഇടുക്കിയിലാട്ടോ. ഇടുക്കിക്കാരനാണ്. നമ്മൾ ഏകദേശം അടുത്തേക്ക് അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്ക് റൂട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് സീനൊന്നുമില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഇടുക്കിയിലേക്ക് കയറി. ഇടുക്കി ജില്ലയിലേക്ക് കയറിയില്ലേ? കാലംപൂരോ? കലാംപൂര്. ഇടുക്കി ജില്ലയില് അവിടെ ഇവിടെ ഇടുക്കിയിൽ നല്ല മഴയാട്ടോ. അതുണ്ടോ അത്യാവശ്യം അടിപൊളി മഴ പെയ്ത് കഴിഞ്ഞു. നമ്മളിതേ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ പോകുന്നു. കുറച്ച് തണുപ്പായില്ല ഇപ്പം. നമ്മൾ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാ. ആ മല നമ്മൾ കയറണല്ലോ. ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ മലയില്ലേ, അത് വലിയ മലയൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇലക്ഷന്റെ ആണോ? പൈസ മേടിക്കാനാ? കള്ളപ്പണം മേടിക്കാനാ? അതന്നെ ഇലക്ഷന്റെ ഒരു മുന്നോടിയായിട്ട്. അങ്ങനെ നമ്മൾ ഇടുക്കിയിലെ കാടുകളിലൂടെ അതിപ്പോ എല്ലാ ടൈമിലും ഉണ്ടാവും. മുക്കിനിടുമാര് നമ്മളെ അരൂരൊക്കെ കണ്ടേ. അരൂരൊക്കെ ചെറിയൊരു ടൗൺ റോഡിന്റെ രണ്ട് സൈഡിലോട്ട് വെച്ചിരിക്കും. ഇതേ സ്ഥലം ഞാറക്കാട്. ചെറിയൊരു ആ സൈഡ് കാടാട്ടോ, ഫോറസ്റ്റായി. നമ്മളിനി ആ കണ്ട മലയിലേക്ക് കയറുകയാണ് നമ്മള്. 10 കിലോമീറ്റർ ഉണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്ന മല ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതേ കാണുന്നുണ്ടോ? ആ സ്ഥലത്തേക്ക് നമ്മൾ കയറുകയാണ്. നല്ല കിടിലം വ്യൂ കേട്ടോ. ആ ശപ്പിളിക്ക് ആ വീട് അതാ നല്ല നല്ല രസമാട്ടോ കാണാനൊക്കെ. ഏരിയ കാണാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇടുക്കിയുടെ മെയിൻ കവാടമായ വണ്ണപ്പുറം ടൗണിൽ എത്തിയിരിക്കുന്നു. ഇതാണല്ലേ ഇവിടെ. ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ലല്ലോ. നമ്മളൊരു ഫോറസ്റ്റിന്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞ് നേരെ കയറി വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ ഇടുക്കി തുടങ്ങിയില്ല. ഒരു 30 കിലോമീറ്റർ ഇച്ചിരി വിജനമായ ഒരു ഏരിയകളാണ്. അതായത് റേഞ്ച് കിട്ടായിക, പിന്നെ ഇച്ചിരി എന്തൊക്കെ കാട്, ആന ശല്യം, വന്യജീവികളുടെ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് വണ്ണപ്പുറം, ഇവിടുന്ന് ഇത് തൊടുപുഴ. ഇവിടെ നമ്മൾ റൈറ്റോ ലെഫ്റ്റോ? നമ്മൾ ലെഫ്റ്റ്. റൈറ്റ് ഒരു വഴിയുണ്ട്. അത് മറ്റേ കരിമണ്ണൂര്, തൊടുപുഴ, വഴിക്കെല്ലാം 20 വരിക്കും. ചെറിയ വഴിയായിരിക്കും അല്ലേ? ഒരു ബസ്സിന് കഷ്ടി പോകാം. ചെറിയ ടൗൺ ആണല്ലോ വണ്ണപ്പുറം. ചെറിയ ടൗണൊക്കെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതലൊരു കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും വലിയൊരു ഇതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വരുന്നതും സെയിലും റബ്ബറും കൊക്കോ. റബ്ബർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റബ്ബർ ഓവറായിട്ടില്ല. അല്ല, നമ്മള് വന്നിടത്ത് മൊത്തം റബ്ബറല്ലേ. പക്ഷെ അത് അങ്ങനത്തെ റബ്ബറല്ല. നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കൊക്കോ എടുത്ത് കൃഷി. കൊക്കോ വണ്ണപ്പുറം മേഖലയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ, കൊക്കോ. ഏലൊക്കെയോ? ഏലം നമ്മുടെ ഇടുക്കി അങ്ങോട്ടൊക്കെയാണ്. ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ ഏലത്തിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആവശ്യം പറ്റുന്ന കഴിക്കേണ്ട പോകില്ല. അപ്പൊ നമ്മള് സിനൽ ബ്രോന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഏലം പറിക്കട്ടെ ഗൈസ്. ഓക്കെ, ഓ മോനെ ഇതാണ് വ്യൂ. എടുത്തോ പിടിച്ചോ അല്ലേ? നല്ല രസമുണ്ടല്ലേ? എന്റെ മോനെ ഇതൊക്കെ കേറാൻ പറ്റുമെങ്കിൽ ആലോചിച്ചു. ഈ റൂട്ടിൽ ലോങ് പാസ് ഏതിന് അതായത് ബാരബിൾസിന്റെ 10 കിലോ വണ്ടി കയറി വരാൻ കുഴപ്പമില്ല. അതെന്താണ്? ചെടിയല്ലേ അത്? അതല്ലാണ്ട് വെള്ള സാധനം അതാ പടന്ന് പടന്ന് എന്താ നമ്മുടെ ലോങ് കണ്ടപ്പോ അത് സെറ്റ്. അല്ല, അത് ഒന്ന് അതെന്താ സംഭവം? കിട്ടിയല്ലേ? പക്ഷെ നല്ല പടന്ന് കിടക്കുന്ന എന്തോ ചെടിയാണ്. അതുകൊണ്ട് അവിടെയാണ്. പൊന്നെ, ഇത് വമ്പം കേറ്റോട്ടോ ഗൈസ്. ഇതെന്തത്? ഒരു സാധനം എടുത്തിട്ട് ഇവിടെ എന്നിട്ട് ഫോൺ അങ്ങനെ വീഴാം. എന്റെ പൊന്നെ, 10-20 കിലോമീറ്റർ ഇങ്ങനെ കയറ്റാൻ കയറി നമ്മൾ ഇങ്ങനെ പോകേണ്ടി 20 കിലോമീറ്റർ ശീലമായോണ്ട് കുഴപ്പമില്ല. 16 കിലോമീറ്റർ കയറ്റം. ഇത് ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. നല്ല കുത്തന്റെ കേറ്റോട്ടോ. അടിമാങ്കിയുള്ള കയറി പോകുന്നത്. എന്റെ പൊന്നെ, ഇത് നല്ല കേട്ടോ. അവിടെ നല്ല കോട നോക്കിയ കോട. വളവ് ഒരു തണുപ്പുണ്ട്.
ആ ഒരു തണുപ്പ് കയറി പ്രത്യേക കാറ്റ് അടിച്ച് എന്റെ പൊന്നി തന്നെ കേട്ടോ നോക്കിയേ. ഇത് ഏത് പള്ളിയാ? സെന്റ് മേരീസ് ചർച്ച്. സെന്റ് മേരീസ് ചർച്ച്. നല്ല ലുക്കാണല്ലോ. ഏതാണ് എന്റെ പൊന്നെ ഏതാ ലുക്കാന്ന് നോക്കിയേ. നോക്കി. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ലുക്കാട്ടോ പള്ളി അല്ലേ? പിന്നെ ആ മലയുടെ ഇതും എല്ലാം കൂടെ ആയിട്ട് വരുമ്പോഴത്തേക്ക് സംഭവം ചില്ലറ കേസുകൂടല്ല കേട്ടോ. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെ കയറ്റാ. സൂപ്പർ കയറ്റം കേട്ടോ. ബാക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഓ നല്ല രസമില്ലേ? ഇതാണ് കേരളം പോകുന്ന വഴി. എയർപിന് കുറവാണെങ്കിലും അങ്ങനെ കാശ് നമ്മൾ അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നീ ഇങ്ങനെ ചാടിയോ? എന്താ പൊന്നെ ഇത് നോക്കിയേ. ഇടുക്കിയിലേക്ക് കയറി വരുമ്പോഴുള്ള റോഡും കയറ്റവും നോക്കിയേ. എൻ്റെ പൊന്നെ കുഴപ്പമില്ല. വയനാടിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അടിപൊളിയാട്ടാ. നല്ല രസമുണ്ട്. നോക്കിയേ ഇവിടെ ഒരു കടയുണ്ട്. എവിടെയാ? പെരിയാറ് വെള്ളം ഒഴുകുന്നില്ല. പെരിയാർ വെള്ളം ആ ഇടുക്കി ഡാമിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുകുന്നത് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ അതായത് ആ വീട്ടിലേക്ക് നമ്മൾ ഇറങ്ങുക. പെരിയാറ് പാലന്നൊക്കെ പൊന്നു മോനെ ഇത് ചില്ലറ റോഡല്ല കേട്ടോ. ഇത് വമ്പ സീനാട്ടോ. റോഡ് എണ്ണ വളവും അതുപോലെ എണ്ണ സീനാട്ടോ. അതാ 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 ഇതിപ്പോ എന്താ സംഭവം കറക്റ്റ് പറഞ്ഞു കൊടുത്തേ. പെരിയാർ പാലം എന്നറിയപ്പെടുന്നത്. ആ പെരിയാർ പാലം. പെരിയാറിലേക്ക് വെള്ളം ഒഴുകുന്നില്ലേ? അതാ 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 അവിടെ കാണിച്ചു തരാം. പെരിയാർ പാലം. പെരിയാർ പാലം നല്ല വ്യൂ ആണ്. പെരിയാർ പാലം. അയ്യോ അവിടെയൊക്കെ ഒരു രക്ഷയില്ല. ഡാമിൽ നിന്ന് പ്ലാമല ഡാമിലേക്ക് വെള്ളം പോകുന്ന വഴിയാണ്. ഇടുക്കി ഡാമിൽ നിന്ന് പ്ലാമല ഡാം. അതായത് ഇടുക്കി വിട്ട് കഴിയുമ്പോ നമ്മുടെ എറണാകുളം പൊങ്ങുകയല്ലേ? ഈ വഴി വെള്ളം വന്ന് പോകുന്നേ. ഓക്കെ. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ സിനൽ ബ്രോന്റെ ഹോം ടൗണിലെത്തി അല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണ്ട. സമയത്തിനാടാ പിന്നെ ചെറിയൊരു ടൗൺ ആട്ടോ. ഒരു അമ്പലമുണ്ട്. 6:57 നമ്മൾ 3:15 ഇറങ്ങിയതാ ഗൈസ്. അങ്ങനെ നമ്മൾ സിനൽ ബ്രോന്റെ വീട്ടിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് കുറച്ച് വിറക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ അവിടെയൊക്കെ വിറകിന് വില കുറവുണ്ട്. അപ്പോൾ ഇത് സിനൽ ബ്രോന്റെ ഫ്രണ്ടാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ആൾ വന്നതാണേ. അങ്ങനെ നമ്മൾ നേരത്തെ ആ വീട്ടിലേക്ക് കയറുവാണേ. അപ്പോൾ ഗൈസ് നമ്മളെ സിനൽ ബ്രോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടൊക്കെ ഉഷാറ് വീടാട്ടോ. പഴയ മോഡൽ വീടാണല്ലോ. എന്നാ കഴിക്കുന്നേ? പേരയ്ക്കാ ഗായ്സ്. അങ്ങനെ നമ്മുടെ സിനൽ ബ്രോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് ഇടുക്കിയിലേക്ക് വന്ന് നമ്മൾ കുറച്ച് വിറകെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാട്ടാ ഗായ്സ്. നമ്മുടെ വിറക് കാണിക്കാൻ വേണ്ടി വന്ന പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങോട്ടാ? അപ്പൊ ഗൈസ് വിറക് ഇതേ ഈ കാട്ടിലാന്നാട്ടോ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ സ്ഥിതിന്ന്. ഇവിടെയാന്നാ പറയും, ഈ സൈഡാന്നാ പറഞ്ഞത്. നമ്മുടെ ലോഡൊക്കെ കേറിയിട്ടുണ്ട്. ഇതേണ്ടാ ഒരു 10-12 മണി കഴിഞ്ഞു കേട്ടാ. 12:15 ഇതണ്ടാ. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടുക്കിക്കാരാട്ടാ. അങ്ങനെ കഴിച്ച് നമ്മൾ വിറകിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ആ ചിക്കൻ കറി, ചോറ്, സർലാസ് ഇതാണ് കൂട്ടി എല്ലാവരും മടുത്തു കേട്ടോ. നമ്മൾ തന്നെ കയറ്റിയിട്ടത് ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാട്ടോ പോകുന്ന. ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ പോവുകയാണേ. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു രാവിലെ ഒരു 6:45 ആയപ്പോഴേക്കും തിരിച്ച് സ്ഥലത്തെത്തിയിട്ടാണ്.